ജീവിതത്തിന്റെ പോരാട്ടങ്ങളിൽ ജയിച്ചാലും മുറിവുകൾ ബാക്കിയാകും. എന്നാൽ ചില വിജയങ്ങൾ മറ്റുള്ളവർക്ക് പ്രതീക്ഷയുടെ വിത്താവുകയും ചെയ്യും. താന്നിമൂട് കാണത്തിൽ രാജു ദിവാകരൻ അത്തരമൊരു ജീവിതകഥയുടെ ഉടമയാണ്. ബ്ലഡ് ക്യാൻസറിന്റെ വേദനയും നീണ്ട കീമോതെറാപ്പിയുടെ ക്ഷീണവും പിന്നിലാക്കി ഇന്ന് ഏലത്തിന്റെ സുഗന്ധത്തിൽ ജീവിതം വീണ്ടും പടുത്തുയർത്തുകയാണ് അദ്ദേഹം. 2019 രാജു ദിവാകരന് ബ്ലഡ് ക്യാൻസർ സ്ഥിരീകരിച്ചത്. തുടർച്ചയായ കീമോതെറാപ്പി ചികിത്സകളും ശാരീരിക ബുദ്ധിമുട്ടുകളും ജീവിതത്തെ ഏറെ തളർത്തി. എന്നാൽ രോഗം തൻ്റെ മനോധൈര്യം കവർന്നെടുക്കുവാൻ അദ്ദേഹം അനുവദിച്ചില്ല. ചികിത്സകൾക്ക് ശേഷം വെറുതെ ഇരുന്നില്ല. ജീവിതത്തിലേക്ക് തിരികെ നടക്കാൻ അദ്ദേഹം തിരഞ്ഞെടുത്ത വഴി കൃഷിയായിരുന്നു. ആരംഭം വെറും 50 സെന്റ് സ്ഥലത്ത് ഏലം കൃഷിയിലൂടെയായിരുന്നു. പലരും കൃഷിക്ക് അനുയോജ്യമല്ലെന്ന് വിലയിരുത്തിയ സോണിലെ ഭൂമിയിലായിരുന്നു പരീക്ഷണം. എന്നാൽ ആത്മവിശ്വാസവും ശാസ്ത്രീയ കൃഷിരീതികളും ആ പരീക്ഷണത്തെ വൻ വിജയമാക്കി. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഏലം കൃഷി 4.5 ഏക്കറിലേക്ക് വളർന്നു. ഈ യാത്രയിൽ ഭാര്യ സരസ രാജുവും എന്നും ഒപ്പമുണ്ട്. ഞള്ളാനി ഇനത്തിൽപ്പെട്ട ഏലത്തൈകളാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത്. പൂർണ്ണമായും ജൈവ സൗഹൃദ സമീപനമാണ് ഇവർ പിന്തുടരുന്നത്. പുതയിടൽ, ഷെയ്ഡ് റെഗുലേഷൻ, ശക്തമായ കാറ്റിനെ പ്രതിരോധിക്കുവാനുള്ള സംവിധാനങ്ങൾ, കൃത്യമായ ജലസേചനം, അഴുകൽ രോഗനിയന്ത്രണം എന്നിവയിൽ പ്രത്യേക ശ്രദ്ധയാണ് നൽകുന്നത്. ഓരോ ഘട്ടവും ശാസ്ത്രീയമായി ആസൂത്രണം ചെയ്യുന്നതാണ് മികച്ച വിളവിൻ്റെ രഹസ്യമെന്ന് രാജു പറയുന്നു. അത് നമ്മൾ ആത്മധൈര്യം കൊണ്ട് മറികടന്നു. പിന്നെ RCCയിൽ പോയി ഒരു 4-5 വർഷത്തോളം ചികിത്സിക്കേണ്ടി വന്നു. അവരൊരു 10-12 ഹീമയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് സുഖമില്ലാന്ന് ഓർത്ത് വീട്ടിലിരിക്കണ്ട, അത് ശരിയാകുകയെന്നുകൊണ്ട് അതുകൊണ്ട് കൃഷിയിലേക്ക് ഇറങ്ങി തൊഴിലാളികളോട് കൂടിയും അല്ലാതെയും ഒക്കെ നമ്മൾ ഈ രംഗത്ത് പിന്നെ വ്യാപകമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും അതിനെ നമുക്ക് അതിജീവിക്കാൻ കഴിഞ്ഞു. അതെ. അമ്മ എങ്ങനെ അമ്മ സഹായിക്കാറുണ്ടോ കൃഷിയിൽ? ഞങ്ങൾ 3 പേരും. ക്യാൻസറിനെ തോൽപ്പിച്ചത് മരുന്നുകൾ മാത്രമായിരുന്നില്ല, മണ്ണിനോടുള്ള സ്നേഹവും ആത്മവിശ്വാസവും അധ്വാനവും കൂടിയായിരുന്നു. രോഗത്തിൻ്റെ ഇരുണ്ട ദിനങ്ങളിൽ നിന്ന് പ്രതീക്ഷയുടെ പച്ചപ്പിലേക്ക് നടന്നു കയറിയ രാജു ദിവാകരൻ്റെ ജീവിതം ഇന്ന് നിരവധി രോഗികൾക്കും കർഷകർക്കും ഒരുപോലെ പ്രചോദനമാണ്. ഏലത്തിൻ്റെ ഓരോ കതിരിലും നിറയുന്നത് വിളവിൻ്റെ സുഗന്ധം മാത്രമല്ല, തോൽവി സമ്മതിക്കാത്ത ഒരു മനുഷ്യൻ്റെ വിജയഗാഥ കൂടിയാണ്. അനീഷ് PA, ഇടുക്കി വിഷൻ ന്യൂസ്.